സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, ആഗ്രഹങ്ങൾക്കൊട്ട് പ്രായവുമില്ല. ശരിയല്ലേ? സംശയമുള്ളവർക്കായി ഒരു സ്ത്രീ ജീവിതത്തെ പരിചയപ്പെടുത്താം. വാത്സല്യ ചിരിയുള്ള ചട്ടയും മുണ്ടും കുണുക്കുമിട്ട ഒരു തനി നാടൻ അമ്മച്ചിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അന്നമ്മച്ചി. നല്ല കപ്പയും ചക്കയും പുഴുക്കുമൊക്കെ കൈപ്പുണ്യത്തോടെ വെക്കുന്ന ഒരു കോട്ടയംകാരി അമ്മച്ചി മാത്രമല്ല ഈ അന്നമ്മച്ചി. പിന്നെയോ, അതൊരു സസ്പെൻസാ. രാമപുരത്തിനടുത്തെ മനോഹരമായ ഒരു കൊച്ചുനാടാണ് കുണിഞ്ഞി. ഇവിടുത്തെ പാടത്തും വരമ്പത്തും റബ്ബർ തോട്ടത്തിലുമൊക്കെയായി ജീവിതം അങ്ങനെ പോകുമ്പോഴാണ് ലോകം ചുറ്റിക്കാണാൻ ഒരാഗ്രഹം ഈ അന്നമ്മച്ചിക്കുണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് യാത്രകളായിരുന്നു. പോകാത്ത ഇടങ്ങളില്ല, കേൾക്കാത്ത ഭാഷകളും അറിയാത്ത രുചികളുമില്ല. ഇതൊക്കെ ഏത് പ്രായത്തിലെന്ന് ചോദിച്ചാൽ ദേ ഈ പ്രായത്തിലൊക്കെ തന്നെ. ഇപ്പോൾ ഇതാ വയസ്സ് 96ലേക്കും കടന്നിരിക്കുന്നു. അമ്മച്ചിയാളൊരു സംഭവമാ എന്ന് പറയാൻ തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ അത് പറയാൻ വരട്ടെ. സംഭവങ്ങളൊന്നും ഒന്നുമായിട്ടില്ല. ബാക്കി ഇനി അമ്മച്ചി തന്നെ പറയും. ഞാൻ പോകാത്ത രാജ്യമില്ല. റോമി വരെയും പാപ്പാടേത് വരെയും പോയി ചെന്ന് പാപ്പായെ കണ്ട് കൈമുട്ടി. അതുപോലെ ജർമ്മനി, ഇറ്റലി, റോമിൽ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. കർത്താവ് നടന്ന സ്ഥലം മുഴുവൻ നടന്നു. കർത്താവ് നടന്ന സ്ഥലം മുഴുവൻ കർത്താവ് ആദ്യമേ മീൻപിടുത്തക്കാരെ വിളിച്ച് ഒരു തടിയല്ലിരുന്ന് ആ തടി പോലും കുശിക്കാതെ ഇരിക്കുന്നു കണ്ടേച്ച് വന്ന ഞാൻ. പിന്നെ ഈ 10 കൽപ്പന എഴുതി വെച്ചേക്കുന്ന എവിടെയാണ്? ഈ യഹൂദരുടെ പള്ളി അൾത്താരയിൽ ഒരു കുഞ്ഞു പള്ളിയാണ്. അപ്പം ഞാൻ ആദ്യം ജർമ്മനിക്ക് പോയപ്പോഴേ ഞാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു ചെറുക്കനെ കണ്ടു. ഞാൻ ചോദിച്ചു, മാനെ എവിടെ ആരും മലയാളികളില്ലേ എന്ന് ചോദിച്ചു ഈ കൊച്ചിനോട്. അപ്പോൾ ഉടനെ ഈ കൊച്ചു ഓടിച്ചെന്ന് അതിൻ്റെ അമ്മയുടെ അപ്പനെ വിളിച്ചുകൊണ്ട് വന്നു. അത് ഈ കൊച്ചിയിൽ നിന്ന് പോയ യഹൂദനാണ്. അതിൻ്റെ മകളുടെ മകനായി ഈ കൊച്ച്. അയ്യാൾ എന്നെ അങ്ങ് കണ്ടപ്പോഴത്തേനും എന്ത് സന്തോഷമാണെന്നറിഞ്ഞോ? എല്ലാം സന്തോഷത്തിനോട് പറഞ്ഞ് ചോദിച്ചിനോട് പറഞ്ഞു, മാനെ അമ്മച്ചി ആ 10 കൽപ്പന എടുത്തുകൊണ്ട് ഒരു ചെറിയ പള്ളി, അവരുടെ പള്ളി നമ്മുടെ ഇത്രയും മുഴുപ്പേ ഉള്ളൂ, ഒരു കുഞ്ഞു പള്ളി. എൻ്റെ ആൾക്കാരുടെ എവിടെയാണ് ഈ 10 കൽപ്പന എഴുതി വെച്ചേക്കുന്നത്? മാനെ എടുത്തുകൊണ്ട് അമ്മച്ചിയെ 10 കൽപ്പന കാണിച്ച് പറഞ്ഞ് എടുത്തുകൊണ്ട് എൻ്റെ കൂടെ 10-15 പെണ്ണുങ്ങളുണ്ട് അങ്ങ് പോരാനേ. എല്ലാം എടുക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ അറിയാമായിട്ട് നിങ്ങൾ എടുക്കുന്നത്? എടുത്ത് ഇത് കീറാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത് കർത്താവ് എഴുതിയ കൽപ്പന, അത് നമ്മൾ കണ്ടു എന്നങ്ങ് വിശ്വസിച്ച് വെച്ചാൽ മതി, അല്ലാണ്ട് വിടുക്കുകയും വായിക്കുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് പിടിപ്പിച്ചില്ല. അങ്ങനെ അത് കടന്നു വെച്ചാൽ ഞാൻ പോന്നേ തന്നെ മകൻ എന്നാ പറഞ്ഞു, അമ്മച്ചി ഒരുപാട് വാരി കെട്ടണ്ട, പെട്ടിക്കകത്ത് ഒത്തിരി വെച്ചാൽ പെട്ടി തപ്പും അറിവുകളാണ് എന്ന് പറഞ്ഞു. സോ എന്നതാണ് എൻ്റെ പെട്ടിക്കകത്ത് തപ്പാനിരിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ 15 പേരുണ്ടായിരുന്നു. 15 പേരുടെയും പെട്ടി പൊളിച്ച് നോക്കി. എൻ്റെ നേരെ നോക്കി വെച്ച് വെരി വെരി ഗുഡെന്ന് പറഞ്ഞു. ഒരക്ഷരം അല്ലാതെ മിണ്ട് കാട്ടി ഒന്ന് ചിരിച്ചു. വെരി വെരി ഗുഡെന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ പെട്ടി തുറന്ന് നോക്കിയില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാലേ ഒത്തിരി ജോലിയുണ്ട്, ആൾക്കാരുണ്ട്. അല്ല നമ്മുടെ കേരളത്തിലുള്ള പോലെ ഒന്നും ഇല്ലല്ലോ എന്നേ. ഈ പിന്നെ ആപ്പിൾ മരമുണ്ട്, മുമ്പിടിയുണ്ട്. അത് മുമ്പിടി മരം പഴുക്കുമ്പോൾ എല്ലാം ചാടും. പിന്നെ അതേ കാര്യമായിട്ട് മരങ്ങളുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഐസ് വീഴ്ച അവിടെ ഭയങ്കരം. ഐസ് അങ്ങോട്ട് വീഴുന്നാളൊന്ന് നമുക്ക് നിൽക്കാൻ മേല, ഐസ് വീണു. അത് കഴിയുമ്പോൾ ഇത്രയും കനത്തിലും പറ്റും ഐസ് അങ്ങ് വീഴുകയെന്നേ. അന്നേരത്തേനും ഈ ഗവൺമെൻറ് ഉപ്പ് കൊണ്ടുവന്നിടുക. ഉപ്പിട്ടേച്ച് പണിക്കാർ നിന്ന് ഇതെല്ലാം തോണ്ടി മാറ്റി വലിയ മല പോലെയാണ് കൂട്ടുന്നത്, ഐസും മറ്റും വീണ് വെക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവരുടെ രീതി. അവിടെ ഗോതമ്പുണ്ട്, ഗോതമ്പ് കൃഷി ചെയ്യുന്നവരുണ്ട്. നമ്മളിവിടെ നെല്ല് കൃഷി ചെയ്യുന്ന പോലെ ഗോതമ്പ് കൃഷി ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്നതാ, പിന്നെ നല്ല ആപ്പിളൊക്കെ ഇവിടെ മരങ്ങളുണ്ട്. ആപ്പിൾ മരമൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ എൻ്റെ ഇളയമാൻ അവർ താമസിച്ചിരുന്നത് അത് വാടകയ്ക്കായിരുന്നു. അതിൻ്റെ മുറ്റത്ത് ഇവർ കാലത്തെ ആശുപത്രിയിലോട്ട് പോയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊച്ചിനെ ഉറക്കി വെച്ച് ഞാൻ നോക്കിയപ്പം ആപ്പിൾ ഇത്രച്ച് നല്ല മുട്ടണ ആപ്പിൾ ചാടി കിടക്കുക. അപ്പം കാലത്തെ ഞാൻ പറഞ്ഞപ്പം ഇവൻ പറഞ്ഞു അവിടെ കിടക്കട്ടെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഇവൻ ആശുപത്രിയിൽ പോയി. അനങ്ങിയില്ല. അവൻ ആശുപത്രിയിലോട്ട് പോയി കഴിഞ്ഞ് ഞാനിതെല്ലാം പെറുക്കി കഴുകി ഒരു ബക്കറ്റല്ല വേറെ ഒരു കൂട്ടം പാത്രം ഉണ്ട് അവിടെ, അത് നിറച്ചങ്ങ് വെച്ചു.
അപ്പോൾ ഇത് എവിടെ നിന്ന് അമ്മച്ചി ആപ്പിൾ മേടിച്ചു? ഞാനിതിലെ കൊണ്ടുവന്നവരോട് മേടിച്ചു ആപ്പിള് എന്ന് പറഞ്ഞു ഞാനിതിലെ കൊണ്ടുവന്നവരോട് മേടിച്ചു ആപ്പിളും മേടിച്ചു. അതിനെന്നെ നല്ല ആപ്പിളാണല്ലോ. നല്ല ആപ്പിളാണ് നോക്കി ഞാൻ മേടിച്ചതാ എന്ന് പറഞ്ഞു. അത് മുഴുവൻ ഞാൻ അരിഞ്ഞ് പഞ്ചസാര ഉരുക്കി അതിനകത്ത് ഇട്ട് വെച്ച് അവനൊരു കൊച്ചേ ഉള്ളൂ, അത് കുഞ്ഞാ. അത് മുഴുവൻ അവനെ കൊച്ചിനെ തീറ്റി ഭരണിക്കകത്തിട്ട് വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. ഈ യാത്രകളൊക്കെ ആരംഭിച്ചിട്ട് ഏകദേശം 1/4 നൂറ്റാണ്ടോളം എത്തി. തനിച്ചുള്ള യാത്രകൾ എന്നും അമ്മച്ചിക്ക് ഹരമാണ്. പക്ഷെ ഇപ്പോഴത്തെ വില്ലൻ വിസയാണ്. പ്രായമായി, ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നൊക്കെ അധികാരികൾ പറഞ്ഞാലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ അമ്മച്ചിക്ക് ആവില്ലെന്നേ. പിന്നെ ആർക്കും തോന്നാവുന്ന ഒരു സംശയം ഭാഷയെക്കുറിച്ചാണ്. അതിനുമുണ്ട് അമ്മച്ചിക്ക് മറുപടി. ആ ഭാഷയൊക്കെ എനിക്കറിയത്തില്ല, എനിക്കൊരു പ്രശ്നമില്ല. അല്ല, അവർ പറയുന്ന മലയാളത്തിൽ പറയുന്നവരുണ്ടെന്നേ, പിന്നെ ഇംഗ്ലീഷ് പറയുന്നവരും ഉണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പറയുന്നവർ ഇംഗ്ലീഷ് പറയും, ജർമ്മൻ പറയുന്നവർ ജർമ്മൻ പറയും. ഇപ്പം വീസ തരികയില്ലായിരുന്നു. എനിക്ക് വീസ തരാതിരുന്ന് കഴിഞ്ഞ് വെച്ചാൽ അവിടെ ഇരുന്ന് ഇളയ മകൻ്റെ കെട്ടിയോൾ അവൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് വീസ തരിക പ്രായം കഴിഞ്ഞ് പോയെന്നും പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അങ്ങ് പോരിച്ച് നടക്കാമല്ലോ വീസ. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഇളയ മകൻ്റെ ഭാര്യ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, ഇനി അമ്മച്ചി പോകണ്ട, എൻ്റെ മൂത്ത മകനെ പറഞ്ഞു വിട്ടാൽ മതി. അവൻ ചേട്ടനെ പറഞ്ഞു വിട്ടേക്കാം, ചേട്ടൻ ചെന്ന് മേടിച്ചോണ്ട് വരും. അങ്ങനെ അവസാനത്തെ പൂക്ക കൊണ്ട് തീർന്നു. തന്നെ പോയി നമ്മൾ വിമാനത്തെ കയറിയിരുന്നാൽ അവർ ഭക്ഷണം കൊണ്ടുവന്ന് തരും. ബാത്റൂമൊക്കെ അവിടെ ഉണ്ട്, അത് കാണിച്ചു തരും. അവിടെ പോയിരുന്നാൽ അത് ഇറങ്ങാൻ നേരത്ത് അവിടെ നാൾ വരും, എന്നെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ തന്നെ എല്ലാ കൂട്ടവും എടുക്കാനും എല്ലാ കൂട്ടവും യാത്ര ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം മേടിക്കാമല്ലോ. ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. എവിടെ പോണേലും അങ്ങ് പോകും. ബസ് വണ്ടിയെ കയറി പോകുന്നതിന് വല്ലവരോടും ചോദിക്കണോ ഇന്നടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കല്ലേ. എവിടെയും തനിച്ചു പോകാൻ സ്ത്രീകളും പെൺകുട്ടികളും ഭയക്കുന്ന ഇക്കാലത്ത് അമ്മച്ചിയുടെ ഈ ആത്മവിശ്വാസം ഉറച്ചതാണ്. ആ ഉറച്ച മനസ്സും വിശ്വാസവും ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് ഒരു സന്ദേശവുമാണ്. മനുഷ്യനെ പേടിക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യന് പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? മനുഷ്യൻ നമ്മളെല്ലാം മനുഷ്യരാ. മനുഷ്യരുമായിട്ട് പെരുമാറിയാൽ ഒരു കുഴപ്പവുമില്ല. മനുഷ്യനായിട്ട് പെരുമാറണം. അല്ല കടിച്ചു പിടിച്ചു തിന്നാൻ തുടങ്ങി ആരും വർത്താനം പറഞ്ഞ് ആരും സമ്മതിക്കില്ല. ന്യായമായ രീതിയിൽ സ്നേഹമായിട്ട് എല്ലാവരോടും വർത്താനം പറയുക, പെരുമാറുക. അന്നേരം ആരും ഒരിടത്തും ഒന്നും പറയല. അന്നേരം അവർക്ക് സന്തോഷമേ കാണുള്ളൂ. ഞാൻ ഇച്ചിരി വലിയ മൂത്ത, അല്ല ഞാൻ ഇന്നടത്ത് പോവുക എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ അവരാണോ വല്ലതും ചെയ്യുന്നുണ്ടോ? നമുക്ക് ദേഷ്യപ്പെട്ടേച്ചിരിക്കും, അത്ര തന്നെ. നമുക്ക് അവരോടുള്ള ഞാൻ വലിയ പുള്ളിയാന്നുള്ള മുഴുപ്പ് കാണിക്കാമെന്ന് മാത്രം. അതുകൊണ്ട് അവർക്കൊരു മണ്ടുമില്ല. അവർക്ക് ഇച്ചിരി ദേഷ്യം വരും. വലിയ പുള്ളിയാകട്ടോ അതൊന്നും പറയാത്ര. ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നും പഴയ 4ാം ക്ലാസ് കൊണ്ട് ലോകം ചുറ്റാമെന്നും അമ്മച്ചി തെളിയിച്ചു. ചട്ടയും മുണ്ടുമുടുത്ത് കുണുക്കുമിട്ട അമ്മച്ചി വിദേശത്ത് പോകുന്നവരെ പോലെ പാന്റും ഷർട്ടും ഇട്ടോ എന്ന സംശയം ചോദിച്ചവരും പലരുമുണ്ട്. സംശയത്തിൽ കഴമ്പുമുണ്ട്. ഈ ചട്ടയും മുണ്ടുമുടുത്തവരെയൊന്നും എയർപോർട്ടിലും പ്ലെയിനിലും അധികം കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്ത് ധരിച്ചിട്ടാവും അന്നമ്മച്ചി ഈ ലോകസഞ്ചാരം നടത്തിയിട്ടുണ്ടാവുക? ഈ വേഷം ഇട്ട് ഞാൻ ലോകം മുഴുവൻ നടന്നിട്ടും ഈ വേഷത്തിന് എന്നോട് ഒരു മനുഷ്യനും ചോദിച്ചിട്ടില്ല ഇതെന്നാ വേഷമാണോ, ഇതെന്നാ ഇങ്ങനെയെന്ന് ഒരുത്തിരി ചോദിച്ചിട്ടില്ല. പിന്നെ പാപ്പായെ നേരിട്ട് ചെന്ന് കൈമുത്തി അടുത്ത് പാപ്പ സന്തോഷമായിട്ട് ചിരിച്ചു, സന്തോഷമായിട്ടിരുന്നു. എനിക്ക് ഈ വേഷം ഇതെല്ലോട്ടോ വലിയ കവണി പുറത്തു. അല്ലാണ്ട് ഞാൻ വേഷം മാറിയൊന്നും പോയിട്ടില്ല. വേഷം ആരാണ്ട് എന്നോട് ചോദിച്ചു, പാൻസൊക്കെ പള്ളിക്ക് ഒരച്ഛനെ ഞാൻ ജർമ്മനിക്ക് പോകുക. അന്നേരം അച്ഛൻ ഇങ്ങനെ ഇരുന്നുണ്ട്, സ്മിതരിഞ്ഞ് ഇങ്ങനെ ഇനി ഒരു പാൻസ് തയ്പ്പിക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അച്ഛന് പാൻസ് ഇല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അന്നേരം നമ്മുടെ ഈ പള്ളിയിലെ അച്ഛൻ. അന്നേരം അച്ഛൻ അല്ല എനിക്കല്ല, പിന്നെ ആർക്കാ? അമ്മച്ചിക്കോ? എനിക്കെന്തിനാ അച്ഛാ പാൻസ്? അല്ല അമ്മച്ചി ജർമ്മനിക്ക് പോകുമല്ലേ, അഞ്ഞ് പാൻസ് തയ്പ്പിക്കണ്ട. എൻ്റെ അച്ഛ ഈ വേഷത്തിൽ എന്നെ കൊണ്ടുപോകുമെങ്കിലേ ഞാൻ ജർമ്മനിക്ക് പോകണുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജർമ്മനിക്ക് പോകണില്ല. ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല, പിള്ളേർ പോയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവിടെ പോകാമെന്ന് നേർന്നിട്ടില്ല എന്ന് പറഞ്ഞാണ്. എൻ്റെ അമ്മച്ചി ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു അമ്മാമ്മ പോയത് നല്ല ചട്ടയും തുണി കൊടുക്കുന്ന അമ്മാമ്മ പാൻസും തയ്ച്ചു ഷർട്ടും ഇട്ടുണ്ടാകും.
ഞാൻ പറഞ്ഞു അമ്മാമ്മയ്ക്ക് ഏതോ തലയ്ക്ക് ഉണ്ട്, അല്ലേ അത് ചെയ്യായിരുന്നു. ഞാനും പറഞ്ഞത്രയോട് ഞാൻ ഈ വേഷത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു വേഷത്തിൽ ഞാൻ ഒരിടത്തും പോയിട്ടില്ല. ലോകം മുഴുവൻ നടന്നു, കർത്താവ് നടന്ന സ്ഥലം മുഴുവൻ നടന്നു. ലൂർദിൽ, പാരീസിൽ, റോമിൽ, എല്ലാ സ്ഥലത്തും പോയി. ഞാൻ പോകാത്ത ഒരു സ്ഥലം മുകളിൽ മാത്രമേ ഉള്ളൂ, അല്ല എല്ലായിടത്തും കണ്ടു. നിങ്ങളൊക്കെ ചെരുപ്പിട്ട് പഠിച്ചിട്ടില്ല, ഞാൻ ചെരുപ്പിടാൻ പഠിച്ചുകൊണ്ട് ഞാൻ പിന്നെ വല്ലവരെയും കാണിക്കാൻ വല്ല കല്യാണത്തിനോ വല്ലതൊക്കെ പോകുമ്പോൾ വല്ലവരെയും കാണിക്കാനായി ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ മറന്നും പോരുമ്പോൾ ഇനി എപ്പോഴും ഇടാത്തതുകൊണ്ട് ചിലപ്പോൾ മറന്നും പോകും. അല്ലാണ്ട് എനിക്ക് ചെരുപ്പിടണമെന്നില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകാം, പോകുന്നുണ്ട്. പള്ളിയിൽ പോകും, സിമിത്തേരിയിലും പോകും കേട്ടോ. അത് രണ്ടും എല്ലാ ദിവസവും ഞാൻ ചെയ്യും. ഇന്നും പള്ളിയിൽ പോയില്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു വിഷമമാണ് എല്ലാ ദിവസവും. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന കാലത്തൊക്കെ പള്ളിയുണ്ടോ ഒന്നുമില്ല, അവിടെ ഇല്ല. എന്തുമാത്രം കഷ്ടപ്പാടായിരുന്നു പിള്ളേരാണേലും പള്ളിക്കൂടം പിള്ളേർ നടയൊന്നും ഇല്ലാത്തത് കൊണ്ട് പള്ളിക്കൂടം പിള്ളേരെല്ലാം ഇങ്ങോട്ട് ഉരുണ്ട് വീഴുമായിരുന്നു. ഇനി ഇറങ്ങുമ്പോഴേ അതെല്ലാം കണ്ട് ഈ പിള്ളേർ കൊണ്ടുവരുന്ന പൈസ ഇവിടെ മാറുമ്പോൾ പൈസ ഇല്ലേ. അന്നേരം ഞാൻ തീരുമാനിച്ചു പൈസ ആയിക്കഴിഞ്ഞപ്പോൾ ഏതായാലും ഒരു നടവ് പണിയണം. എൻ്റെ ഇളയ മകള് ഷാർജയില, അവളൊരു മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ മുറിയിൽ. ഈ മാതാവും കൊണ്ടുവന്ന് വെച്ചല്ലോ. അപ്പോൾ ഒരു ലൂർദിൽ പോയപ്പോൾ മാതാവിനെ ഞാൻ കണ്ടതല്ലേ. അപ്പോൾ മാതാവിനെ പണിയിച്ചു, അതിന് ഗ്രോട്ടോയും പണിയിച്ച്. ലൂർദിലെ മാതാവിൻ്റെ അടുത്തും വെള്ളമുണ്ട്, അതിനൊരു കുളോടി ഉണ്ടാക്കിച്ചു. അത് ഈ പള്ളിയുടെ വാതക്കാലത്ത് അങ്ങനെ ഉണ്ടാക്കിച്ചു കൊടുത്തു. ഈ 95 വയസ്സുകൾക്കുള്ളിൽ ഒരു വിക്കിപീഡിയയേക്കാൾ അനുഭവങ്ങളും അറിവുകളും അന്നമ്മച്ചി നേടിയിട്ടുണ്ട്. ഈ യാത്രകൾക്കിടയിൽ സ്വപ്നതുല്യമായ റോമിലെയും ലൂർദിലെയും അനുഭവങ്ങൾ അന്നമ്മച്ചിക്ക് മറക്കാനാവില്ല. ബൈബിളിൽ വായിച്ചറിഞ്ഞ ഇടങ്ങളിലൂടെയുള്ള യാത്ര അത്രത്തോളം ഹൃദ്യമായിരുന്നു. പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോമിലാണ്. അത് പാപ്പായുടെ വരവും ആ സന്ദർശനവും പാപ്പായുടെ അന്നുള്ള ആൾക്കാരുടെ ഇരിപ്പും എല്ലാം കണ്ടാൽ പാപ്പ പറയുന്നത് ഏറ്റെടുത്ത് പറയാൻ മെത്രാന്മാരുണ്ട്. ഇതെല്ലാം കണ്ട് കാഴ്ച വളരെ സന്തോഷമാണ്. അത് ഗുരുത്വത്തിന് ഒരു 10,000-2000 ആളല്ല പാപ്പാട്. അപ്പം ഒരു 3 കസേര, അത്രയും പേരും എല്ലാവരും കസേരയിലിരുന്നു. ബാൽക്കണിയെ കയറി ഇരിക്കുന്നവർ അങ്ങനെ ഇരുന്നു. ഈ 3 കസേര ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഉടനെ ചാടി എൻ്റെ മകളുടെ പേർക്ക് പറഞ്ഞു, അമ്മച്ചി നമുക്ക് ചാച്ചൻ കസേര പിടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ്, എൻ്റെ മകള്, എൻ്റെ അനിയൻ്റെ മകള്, അവളും ജർമ്മനിയിലാണ്, അല്ല റോമിലാണ്. ഞങ്ങൾ 3 പേരും ഈ കസേരയിൽ കൂടെ ഇരുന്നു. പാപ്പ വന്നു ഇങ്ങനെ എല്ലാവരെയും പാപ്പ പറയുന്നത് ഏറ്റെടുത്ത് മെത്രാന്മാർ പറയും. പല ഭാഷ വരുന്നവരിലുണ്ട്. 3 മെത്രാന്മാർ ഏറ്റെടുത്ത് പറയും. അത് കഴിഞ്ഞ് വെച്ച് പാപ്പ നേരെ ഇങ്ങോട്ട് വന്ന് അടുത്തുള്ളവരെ കൈ മുത്തിക്കും. ഫോട്ടോ എടുത്ത് എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പാപ്പായി. അല്ലാത്തവരെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടങ്ങ് എന്തോരം ജനമാണ്. പാൽക്കണി നിറയെ ആൾ. ജർമ്മനി ചെല്ലുമ്പം ജർമ്മൻകാരും ഞങ്ങളുടെ 2 പിള്ളേരും അവിടെ ഞാനറിയുന്നത്. അപ്പം ജർമ്മൻകാരെല്ലാം വരും. ഞങ്ങൾ ജർമ്മനി ചെന്ന് വെച്ച് ഒരു ഞായറാഴ്ച അവർക്ക് ഈ പള്ളിപ്പോക്കൊക്കെ കുറവാണ്. അപ്പോൾ ഒരു പള്ളി ഇന്ത്യക്കാരൻ അച്ഛന്മാരോ വരുമ്പം ഒരു പള്ളി കുർബാന ചെല്ലാന്ന് പറയും. അങ്ങനെ നേരം എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പല കൂട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. ഈ സായിപ്പന്മാർ വന്നാൽ ആദ്യം അവരവിടെ ഇരിക്കും. പള്ളിയിലോട്ട് അങ്ങനെ കയറി പ്രാർത്ഥനയ്ക്കൊന്നുമില്ല. അതിന് ഭക്ഷണം ഉടനെ നേരത്തെ എടുത്ത് തിന്നേച്ച് പോരും. അത് പോകും, അവരവരുടെ വഴിക്ക് പോകും. അതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഞങ്ങളെല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനത്തെ രീതി അവിടെ മലബാറിൽ അല്ല ജർമ്മനിയിലുള്ളത്. അതെല്ലാ ദിവസവും പള്ളിയിൽ പോക്കില്ലല്ലോ. ഇവിടെയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോയില്ല. അവിടെ ഇങ്ങനെ ഞായറാഴ്ച എവിടുന്നേലും ഒരു അച്ഛൻ വന്നാൽ കുർബാന ചെല്ലുന്നത്. മലയാളി അച്ഛന്മാർ വന്നാൽ പ്രത്യേകിച്ച് ചെല്ലിക്കോളൂ. അങ്ങനെ അത്രയും ഉള്ളു അവിടെയൊക്കെ. ലൂർദിലെ മാതാവിനെ ഞാൻ ആദ്യം ചെല്ലുമ്പം മാതാവ്
പ്രത്യക്ഷപ്പെട്ടെടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു കാട്, അവിടെയൊക്കെ കാടാണ്. പ്രത്യക്ഷപ്പെട്ടെടുത്ത് പിന്നെ ഒരാട്ടിടേനും അവിടെ ഒരു ചെറിയ കുളവും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചെന്നപ്പോൾ അവിടെ ഉണ്ട്. മൂന്നാമത് ചെന്നപ്പോഴത്തേനും അതെല്ലാം മാറ്റിക്കളഞ്ഞു. ആൾക്കാർ ഇവിടെ ചെല്ലാൻ തുടങ്ങിയപ്പോഴേ അതെല്ലാം മാറ്റിയിട്ട് ആ കുളവും നികത്തി ആട്ടിടേനെയും കളഞ്ഞു. 2 പ്രാവശ്യം ചെന്നപ്പോഴും ഉണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴത്തേനും അതെല്ലാം മാറ്റി. പിന്നെ പാറയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ലൂർദിൽ. നല്ല പ്രത്യക്ഷപ്പെട്ടതാണ്. ഇതിനിടയിൽ അമ്മച്ചി സിനിമയിലും ഒരു കൈ നോക്കി. സുരാജ് വെഞ്ഞാറമൂട് മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയിൽ തറവാടിയായ ഒരമ്മച്ചിയായാണ് വേഷമിട്ടത്. അതും ഈ 95-ാം വയസ്സിൽ തന്നെ. അപ്പോൾ പിന്നെ അവസരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതിർത്തിയുണ്ടോ? ഒരിക്കലുമില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അമ്മച്ചിയെ കണ്ടുമുട്ടാൻ ആവില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര പ്രായമുള്ള ഒരു അമ്മച്ചി, എൻ്റെ വെല്ലുമ്മച്ചി ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞു. എന്നാൽ ഒന്ന് കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചു. എന്നോട് ഞാൻ ഇപ്പം വന്നിച്ച് എന്നോട് പറഞ്ഞു, നമുക്ക് തൊടുപുഴയോളം എന്തിനാടാ? അല്ല, തൊടുപുഴയോളൊന്ന് പോയിച്ച് പോരാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നപ്പോൾ എന്നത്തിനാടാന്ന് ചോദിച്ചങ്ങ് ഇവൻ പറഞ്ഞു, അവിടെ ഒരു സിനിമ, ഞാനിപ്പോൾ സിനിമയിലോട് വന്നു. അല്ല, അമ്മച്ചിക്ക് ഒരുപാടൊന്നും പറയാനില്ല. എന്നാൽ എന്നതാണെന്നാ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ കയറിയിട്ടില്ല ഇതാളായിട്ട് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം ഒത്തിരി ഒരു 10-15 പെണ്ണുങ്ങളുണ്ട്. എന്നതാ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവനുമുണ്ട്. അന്നേരം ഇവൻ എന്നോട് പറഞ്ഞു, അമ്മച്ചിയോട് ഞാൻ വരാൻ പറഞ്ഞത്, അമ്മച്ചി ഇവളോട് ഇച്ചിരി ഗൗരവമായിട്ട് നിന്നോട് ഞാനത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അതോ അമ്മച്ചി ഇച്ചിരി അവളോട് ചിരിച്ചൊന്നും കാണിക്കണ്ട, അവളെ ചിരിച്ചൊന്നും കാണിക്കരുത്, ഇച്ചിരി ഗൗരവപ്പെട്ട് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് അവളോട് പറയുന്ന പോലെ എന്ന് പറഞ്ഞവൻ എന്നെ കാണിച്ചു തരണം. അത്രയേ ഉള്ളൂ എൻ്റെ സിനിമയ. ഇത്ര ഒരു വാക്കെൻ്റെ സിനിമയാണ്, സിനിമയിൽ കയറിയത്. ഒരു വട്ടം ഇച്ചിരി ഒരു ഗൗരവപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനോട് ചിരിച്ചൊന്നുമില്ല, നിന്നോട് ഞാനത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. ഇത്രേ തോന്നുള്ളൂ. സിനിമ എപ്പോഴും എല്ലാ സിനിമയും വെച്ച് കാണും. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ എല്ലാം എപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു. 14-ാം വയസ്സിൽ വിവാഹിതയായ അമ്മച്ചി ഇന്ന് 4 തലമുറകളെ കണ്ടു. 26 വർഷങ്ങൾക്ക് മുമ്പാണ് ചാച്ചൻ സൈമൺ ഓർമ്മയാകുന്നത്. 14-ഉം 16-ഉം വയസ്സുള്ളപ്പോൾ വിവാഹിതരായ ഇരുവരുടെയും ദാമ്പത്യം സന്തുഷ്ടമായിരുന്നു. കർണാടകയിലായിരുന്നു 4 ക്ലാസ് പഠിച്ചു. അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി. അന്നേരത്തേനും കല്യാണം ആലോചിക്കാൻ തുടങ്ങി. 14 ആയപ്പോഴത്തേനും എൻ്റെ അമ്മ പറയുന്നത്, ഇനി ആരാ കെട്ടിക്കൊണ്ട് പോകുകയല്ല, ചേട്ടത്തിമാരെ 12 വയസ്സിൽ കെട്ടിച്ചു. അപ്പം 2 വയസ്സ് കൂടിയില്ലേ. അന്നിതൊക്കെ എൻ്റെ വാനയെ അതൊക്കെ അല്പം മറന്നു. 14 വയസ്സ് കെട്ടിച്ച് തന്നെ. ഇപ്പോൾ ഓർക്കം ബാധിച്ചു. ഇപ്പോൾ ആരും എങ്ങനെ, ഇപ്പോൾ എത്ര വയസ്സായി കഴിഞ്ഞാലാ കെട്ടിക്കുന്നത്? അല്ലെ ചെറുക്കനെ തന്നെ വെളുത്തും കണ്ടുപിടിച്ചെങ്ങാനും കിട്ടണം. അങ്ങനെയല്ലേ, അതാ ഞാൻ പറഞ്ഞത്. സന്തോഷമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു കമാശി പറഞ്ഞൊരു വർത്തമാനം ദേഷ്യപ്പെട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നും പറഞ്ഞിട്ടില്ല. യാസൻ പറയുന്നത് എനിക്കും ഇഷ്ടം, ഞാൻ പറയുന്നത് യാസനും ഇഷ്ടം. സന്തോഷമായിട്ട് തന്നെ ഒരാത്മാർത്ഥ ഒരൊറ്റവരായിട്ട് മാത്രം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആരോടും അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയില്ല. കാര്യമായിട്ടും എല്ലാവരോടും പറയും. അപ്പച്ചൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല മര്യാദക്കാരൻ, ആർക്കും എന്തും ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നേച്ച് ഞങ്ങൾ മലബാറിൽ പോയി കാട് വിട്ട് സ്ഥലമെടുത്ത് അവിടെ ഒരു പെണ്ണെ അവിടെ കൊട്ടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ പോയേച്ചു ചാച്ചനെ എന്നും ഞാനിങ്ങോട്ട് ഒരു പ്രാവശ്യം വന്നേച്ച് ചാച്ചൻ അങ്ങ് വരും. അപ്പോൾ തലേ ദിവസം ചാച്ചന് ഞാൻ അങ്ങ് പോവുക. അന്നേരം എന്നെ ഇവിടുന്ന് ഈ ചേൽപ്പാറ കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടു അങ്ങോട്ട്. അന്നേരം എന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ അധികം താമസിക്കാതെ വന്നേക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ഒത്തിരി താമസിക്കരുത് കേട്ടോ, ചരക്കൊക്കെ. അപ്പോൾ അവിടെ ഭർത്താവ് മരിച്ചു പോയി. അപ്പോൾ ചരക്കൊക്കെ വിൽക്കണേ ചാച്ചൻ വരണ്ടേ, പിള്ളേരൊക്കെ ചെറുതല്ലേ, ഒത്തിരി താമസിക്കരുത്. ഒത്തിരി താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു ചാച്ചന്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടുന്ന് അപ്പം ഞാൻ എന്നാലും പിള്ളേരെന്നാ പറഞ്ഞു, പിള്ളേർ അമ്മച്ചി നമുക്ക് ഇച്ചിരി പിടി വെക്കാമെന്നും പറഞ്ഞു പിടി വെച്ചു. അവിടെ പിടി വെച്ചപ്പം എന്നെ അന്ന് വൃത്തി മേടിച്ച് കൊടുത്തില്ല അവൾക്ക്. അപ്പം ഒരു പാത്രത്തിൽ കോരിയിട്ട് വെച്ചു. അന്നേരം മൂത്ത മകൻ്റെ പറഞ്ഞു, ഇച്ചിരി പിടിയും കൂടെ. എൻ്റെ മകനെ ഇനി അതിനകത്തുനിന്ന് തവിയിട്ട് കോരി എടുത്താൽ വളിച്ചു പോകും, നമുക്ക് നാളെ കാലത്ത് ചാച്ചൻ വരികയല്ലേ,
അപ്പം നമുക്ക് കോഴിയും കൊന്ന് ഈ കോഴി ടൗണിലോട്ട് പോകും, കടക്കാർ കൊല്ലും, കോഴിയെ എറിഞ്ഞ് കൊല്ലും. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് നാളെ ചാച്ചൻ വരും, നമ്മുടെ കോഴിപ്പൂനെയും കൊന്ന് കറിയും വെച്ച് അന്നേരം എൻ്റെ മക്കൾക്ക് ഞാൻ ഇമ്പിടി തരാമെന്നും പറഞ്ഞു കൊണ്ടപ്പാകത്ത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാലത്തേറ്റ് മിറ്റം അടിച്ച് വെച്ച് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിറ്റം അടിച്ചോണ്ട് നിന്നപ്പോൾ ഉണ്ട് ഇവിടുന്ന് 2-3 ചെറുക്കന്മാരങ്ങോട്ട് 3 പേര്. അയ്യന്നെ ഇവർ പോയി കയറി വരുന്നു, ഇവരവിടെ പോയിട്ട് വരണ്ട എന്നോർത്തുകൊണ്ട് ഞാൻ ഉടനെ അയ്യന്നെ നിങ്ങളവിടെ പോയതാ? ഞങ്ങൾ ഇവിടം വരെയും വന്നതാണ്. എവിടം വരെയും വന്ന് നിങ്ങളവിടെ പോയതാണെന്ന് പറയടാ എന്ന് പറഞ്ഞു. ഞാനേയും ഞങ്ങൾ ഒരു വഴി പോയേച്ച് ഇങ്ങനെ വന്നതാ എന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ അക്കമ്മയോട് എന്നാ പറഞ്ഞു, അക്കമ്മ ചുരുക്ക ഇച്ചിരി കാപ്പി കിട്ടി, പിള്ളേർ മടുത്ത് വന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവരമൊക്കെ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്ക കാപ്പി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. കാപ്പി ഇടാൻ അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ അക്കമ്മോട് പറഞ്ഞു, സൈമൻ ചേട്ടൻ മരിച്ചു പോയി കേട്ടോ, എൻ്റെ ഭർത്താവ് സൈമൻ ചേട്ടൻ മരിച്ചു പോയി, അമ്മച്ചിയോട് പറയണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ എൻ്റെ അനിയനുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്, അനിയനും അനിയത്തിയുണ്ട്. അനിയൻ മരിച്ചു പോയി, അനിയനും ഉണ്ട്. കുഞ്ഞപ്പേട്ടൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ അന്നേരം ആക്കുമ്പോൾ ചോദിച്ചെന്നാ സൈമൻ ഇന്നലെ ഒരു തർക്കമുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേനും മരിച്ചു പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഞങ്ങൾ പിള്ളേരെയും കൂട്ടി ഇങ്ങനെ പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മരിച്ചു കിടക്കല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നു. തമ്പുരാൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല. കൗതുകമുള്ള ഒരു ജീവിതം മാത്രമല്ല ഈ അമ്മച്ചിയുടേത്. ജീവിതത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും അറിഞ്ഞ ഈ സ്ത്രീ ജീവിതം ഒരു സന്ദേശം കൂടിയാണ്. ആകുലതകളും വ്യാധികളും മറന്ന് ജീവിതത്തെ ആസ്വദിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു ജീവിതം. നമ്മൾ നല്ലതേ ചെയ്യാവുള്ളൂ. ആരെയും ഉപദ്രവിക്കാനും ആരെയും ചതിക്കാനും പറ്റുന്നു ചെയ്യുക. പിന്നെ നമ്മളെല്ലാവർക്കും വേണ്ടി എൻ്റെ ഈശോയെ, അവർ ചള്ള സ്വഭാവമാണ്, എൻ്റെ ഈശോയെ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിക്കൊടുക്കണേ എന്ന് നമുക്ക് ഈശോയോട് നമുക്ക് പറയാം. നമ്മൾ പറയുന്നു ഈശോ ഒത്തിരിയൊക്കെ നമ്മൾ കേൾക്കും, പറയുന്നതൊക്കെ ഒത്തിരിയൊക്കെ കേൾക്കും. ഈശോ ഒത്തിരിയല്ല എല്ലാം കേൾക്കും. എൻ്റെ ഈശോയെ ഇതൊന്ന് മാറ്റി കൊടുക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് നമ്മൾ വേറുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ആരെയും ഉപദ്രവിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും പോകരുത്. നമുക്ക് ഇല്ലെങ്കിൽ തരുന്ന ഉടയതമ്പുരാനാ, അല്ലാണ്ട് വേറൊരുത്തം തന്നെ നമ്മളെ തൃപ്തിപ്പെടുത്തുകയല്ല. അമ്മച്ചിയാൾ കൊള്ളാമല്ലോ എന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടാകും അല്ലേ? ഇത്രയ്ക്കും എനർജി അമ്മച്ചിക്കിത് എവിടെ നിന്ന്, അതും ഈ പ്രായത്തിൽ? അതിനുള്ള ഉത്തരവും ഇപ്പോൾ എത്തും. നിങ്ങൾ ഈശോയോട് ചോദിയില്ല, എൻ്റെ ഈശോയെ ഇതെന്നാ ഈ അമ്മച്ചിക്ക് ഇത്രയും കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്നതാ? ഞങ്ങൾക്ക് ഇത്രയും പറ്റുന്നില്ലല്ലോ, അതെന്നാ എൻ്റെ ഈശോയെ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. വ്യത്യസ്തമായ ജീവിതത്തെ സമീപിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്ന് തെളിയിക്കുകയാണ് അന്നമ്മച്ചിയുടെ ജീവിതം. നമ്മുടെ ചുറ്റുവട്ടത്തിലും ഇത്തരത്തിൽ അതിശയിപ്പിക്കുന്ന സ്ത്രീ ജീവിതങ്ങളുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള പെൺജീവിതങ്ങളെ തേടി പെൺമനസ്സിന്റെ യാത്ര തുടരുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നമസ്കാരം.